തിരുവനന്തപുരം നരുവാമൂടിൽ സോമന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയ സംഭവത്തിൽ 5 പേർ പിടിയിൽ. സോമന്റെ കടയ്ക്ക് മുന്നിൽ പ്രതികൾ മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്തതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണം. ആലപ്പുഴ വെൺമണിയിൽ 6 കിലോ കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ. സ്കൂൾ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് നടത്തിയ ലഹരിമരുന്ന് പരിശോധനയിലാണ് ജോബിൻ ജേക്കബ്, കാർത്തിക് എന്നിവരെ വെൺമണി പോലീസ് പിടികൂടിയത്. കോവളത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച യുവാവ് മരിച്ചു. കാക്കാമൂല സ്വദേശി വിപിനാണ് മരിച്ചത്. പരിക്ക് പറ്റിയ വിപിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആലപ്പുഴ ചെങ്ങന്നൂരിൽ അടച്ചിട്ടിരുന്ന 2 വീടുകളിൽ മോഷണം. വീടിന്റെ വാതിലുകളും കതകും പൊളിച്ചാണ് മോഷ്ടാവ് അകത്തു കയറിയത്. അതേസമയം മങ്ങാടിക്കൽ സിവിൽ സർവീസ് അക്കാദമി കെട്ടിടത്തിലെ ഇലക്ട്രിക് ഉപകരണങ്ങളും മോഷണം പോയി. കോഴിക്കോട് പന്തീർപ്പാടത്ത് സ്വകാര്യ ബസ് മരത്തിലിടിച്ച അപകടം. നിരവധി പേർക്ക് പരിക്ക്. അപകടം റോഡിന്റെ ഇറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന്. തൃശൂർ ശ്രീനാരായണ ഗുപ്ത സമാജം സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വർണ്ണാഭമായി. ഗായകനും ചിത്രകാരനുമായ എങ്ങണ്ടിയൂർ കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു. അമൃത ടിവിയിലെ കോമഡി മാസ്റ്റേഴ്സ് ഫെയിം ശ്രീദേവ് അവതരിപ്പിച്ച മ്യൂസിക് ഫ്യൂഷൻ, കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ പ്രവേശനോത്സവത്തിന്റെ മാറ്റുകൂട്ടി. കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കത്തെ മറികടന്ന് ചമ്പക്കുളം സെന്റ് മേരീസ് സ്കൂളിലും പ്രവേശനോത്സവം നടന്നു. ദുരിതാശ്വാസ ക്യാമ്പ് ഉണ്ടായിട്ടും സ്കൂളിലെ പ്രവേശനോത്സവത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. നിരവധി വിദ്യാർത്ഥികളാണ് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സ്കൂളിലെത്തിയത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന തൃശൂർ എഡിംബൂർ ഗവൺമെന്റ് UP സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, തമിഴ്നാട്, ന്യൂഡൽഹി തുടങ്ങിയ സഹോദര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 9 വിദ്യാർത്ഥികളാണ് വ്യത്യസ്ത ക്ലാസുകളിൽ പഠിക്കുന്നത്. തൃശൂർ അന്തിക്കാട് പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ കലാപരിപാടികളും ബോധവൽക്കരണ ക്ലാസും പ്രവേശനോത്സവത്തിന്റെ മാറ്റുകൂട്ടി. തൃശൂർ മണലൂർ പഞ്ചായത്ത് തല പ്രവേശനോത്സവം മണലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. നവാഗതരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുകയും അക്ഷരദീപം തെളിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ പഠന മികവ് പുലർത്തിയ SSLC +2 വിദ്യാർത്ഥികളെയും SSLC വിജയം നേടിയ ശ്രീ ദുർഗയെയും ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മികച്ച അങ്കണവാടിക്കുള്ള അവാർഡ് ലഭിച്ച തൃശൂർ ക്യാപ്റ്റൻ ലക്ഷ്മി അങ്കണവാടിയിൽ നടന്ന പ്രവേശനോത്സവം വർണ്ണാഭമായി. നവാഗതരായ കുട്ടികളെ ബാഗും കുടയും നൽകിയാണ് വരവേറ്റത്. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മുതിർന്ന കർഷകൻ കരിമ്പാപ്പറമ്പിൽ വാസുവിനെയും ചടങ്ങിൽ ആദരിച്ചു. തൃശൂർ ഞെട്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പഞ്ചാരിമേളം അരങ്ങേറ്റം നടത്തി. കലാനിലയം ഗുരുനാഥൻ വിനായകന്റെ ശിക്ഷണത്തിൽ മേളം അഭ്യസിച്ച 8ഓളം കലാകാരന്മാരാണ് അരങ്ങേറ്റം കുറിച്ചത്. കലാനിലയം കുഞ്ചുണ്ണി ഭദ്രദീപം തെളിയിച്ചു. തൃശൂർ കണ്ടാടശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ബലക്ഷയം പരിശോധിക്കണമെന്നും UDF സർക്കാരിന്റെ കാലത്ത് പണിതീർത്ത ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം. KPCC സെക്രട്ടറി C ശ്രീകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. അപകടക്കെണിയൊരുക്കി കക്കാടംപൊയിലിലെ ഫോഗി ലാൻഡ് അഡ്വഞ്ചർ പാർക്കിലെ സിപ്പ് ലൈനിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങുന്നത് സ്ഥിരം കാഴ്ച. ഇന്നലെയുണ്ടായ ഇടിയിലും മിന്നലിലും സിപ്പ് ലൈനിൽ 2 പേർ കുടുങ്ങി. സഞ്ചാരികളെ രക്ഷിക്കുന്ന ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ വീടിന്റെ വാതിൽ കുത്തിത്തുറന്ന് സ്വർണം കവർന്നു. മോഷണം നടന്നത് കോട്ടപ്പുറം സ്വദേശി തോപ്പിൽ ആനന്ദന്റെ വീട്ടിൽ. നഷ്ടപ്പെട്ടത് 5 പവൻ തൂക്കമുള്ള സ്വർണമാല. അന്വേഷണം ആരംഭിച്ച് കൊടുങ്ങല്ലൂർ പോലീസ്. ആലപ്പുഴ മുണ്ടൻകാവ് ഗവൺമെന്റ് JBS സ്കൂളിലെ പ്രവേശനോത്സവം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. നവാഗതരെ മധുരം നൽകിയാണ് വിദ്യാലയത്തിലേക്ക് വരവേറ്റത്. ചടങ്ങിൽ പഠനോപകരണങ്ങളുടെ വിതരണവും നടന്നു. തൃശൂർ ജവഹർ ബാലവിഹാർ സംസ്ഥാന ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി 7ാം വർഷവും നടത്തിവരുന്ന സൗജന്യ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന് സമാപനം. ക്യാമ്പിൽ പങ്കെടുത്ത 105 അംഗങ്ങൾക്ക് സൗജന്യ സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു. കിറ്റ് വിതരണവും അനുമോദന യോഗവും അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ ഓർമ്മപ്പൂക്കൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ SNGS സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ബാഗും പുസ്തകവും വിതരണം ചെയ്തു. സ്കൂൾ അങ്കണത്തിലായിരുന്നു ചടങ്ങ്. തൃശൂരിൽ ട്രെയിൻ തട്ടി യുവാവ് മരിച്ചത് കരുവന്നൂർ എട്ടുമന സ്വദേശി ശ്രീമോൻ. കഴിഞ്ഞ ദിവസം ശ്രീമോനെ ബന്ധുവീട്ടിൽ നിന്ന് കാണാതായിരുന്നു.
കടലിൽ വെള്ളം കയറിയ ബോട്ടിനെയും 11 തൊഴിലാളികളെയും ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് കരക്കെത്തിച്ചു. കൊല്ലം നീണ്ടകരയിൽ നിന്നും പോയ സെന്റ് പീറ്റേഴ്സ് ബോട്ടിനെയാണ് രക്ഷപ്പെടുത്തിയത്. ഇന്ന് പുലർച്ചെ കടലിൽ വെച്ച് വെള്ളം കയറുകയായിരുന്നു. ബോട്ട് കായംകുളം ഹാർബറിലെത്തിച്ചു. പാലക്കാട് മംഗലം ഡാം കടപ്പാറയിൽ കുടുങ്ങിയ 6 പേരെ രക്ഷപ്പെടുത്തി. വെള്ളച്ചാട്ടം കാണാനെത്തിയ വടക്കാഞ്ചേരി സ്വദേശികളാണ് കടക്കപ്പാറയിൽ കുടുങ്ങിയത്. കനത്ത മഴയിൽ പോത്തൻതോട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് യുവാക്കൾ കടക്കപ്പാറയിൽ അകപ്പെടുകയായിരുന്നു. തുടർന്ന് അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. മലപ്പുറം ഊർക്കടവ് പുഴയിൽ ചാടിയ ആളുടെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം കണ്ടെത്തിയത് പാറക്കെട്ടിന് സമീപത്ത് നിന്ന്. കഴിഞ്ഞ ദിവസമാണ് ഇയാളെ കാണാതായത്. തിരുവല്ലയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്ത 2 പേർ പിടിയിൽ. അറസ്റ്റിലായത് വള്ളംകുളം സ്വദേശികളായ സോമൻ, സോമോഷ് എന്നിവർ. പ്രതികളുടെ കടയിൽ നിന്നും പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തു.